പറഞ്ഞു ശീലിച്ച കഥകളിൽ കേരളത്തെ വീണ്ടെടുത്തത് ആരുമാകട്ടെ. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂമി ഉയർന്നു വന്നത് അറബിക്കടലിൽ നിന്നോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നോ ആകട്ടെ, ഇനിയുള്ള കാലത്തെ നാടിന്റെ കഥ ഇങ്ങനെയും തുടങ്ങാം. കൂരകളും വീടുകളും മാളികകളും മുങ്ങി, കാലികളും വണ്ടികളും ഒഴുകി നടന്നു, ലക്ഷങ്ങൾ നിലയില്ലാ കയത്തിൽ നിന്നു. അപ്പോൾ വഞ്ചികളിലും ബോട്ടുകളിലും ചങ്ങാടങ്ങളിലും അവർ വന്നു. ഓരോ ഇഞ്ചിലും തുഴയെറിഞ്ഞെത്തി. കേരളം വീണ്ടെടുക്കപ്പെട്ടു. ഇനി ഈ നാട് തുഴയെറിഞ്ഞ് വീണ്ടെടുത്ത കേരളമാണ്. ജീവൻ നഷ്ടമായത് 263 പേർക്ക്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം വരെ ഒപ്പമുണ്ടായിരുന്ന ഒട്ടേറെ പേരെ കാണാനില്ല. തകർന്നടിഞ്ഞ വീടുകൾ 11,000, ഭാഗികമായി നശിച്ചത് 26,000. കൃഷിനഷ്ടം 45,588 ഹെക്ടറിൽ. ചത്തൊടുങ്ങിയ കാലികൾ 46,000. കോഴിയും താറാവും 2 ലക്ഷം. തകർന്നുപോയ സംസ്ഥാന ഹൈവേയും PWD റോഡുകളും 16,000 കിലോമീറ്റർ. നാശമായ പഞ്ചായത്ത് മുനിസിപ്പൽ റോഡുകൾ 82,000 കിലോമീറ്റർ. പൊളിഞ്ഞു വീണതും ഇളകി നിൽക്കുന്നതുമായ പാലങ്ങൾ 132. ഈ നഷ്ടം രൂപയിലാക്കിയാൽ 19,512 കോടി. 45 മംഗൾയാനുകൾ അയക്കാൻ വേണ്ടത്ര തുക. ആരോഗ്യമേഖലയിൽ കേരളം കഴിഞ്ഞ 18 വർഷം മുടക്കിയ പണത്തിന് തുല്യം. വിദ്യാഭ്യാസത്തിന് ഈ വർഷം നീക്കിവച്ചിരിക്കുന്നതിന്റെ 22 മടങ്ങ്. ഇതെല്ലാം റവന്യൂ വകുപ്പിന്റെ പേരേട് പുസ്തകത്തിലെ ഇനം തിരിച്ചുള്ള വിവരങ്ങളാണ്. അത് ദിവസം തോറും കൂടി വരികയുമാണ്. ഇതിനെല്ലാം അപ്പുറം രൂപയിലോ കിലോഗ്രാമിലോ മെട്രിക് ടണ്ണിലെ അളക്കാൻ കഴിയാത്ത മറ്റൊന്ന് കേരളത്തിൽ സംഭവിച്ചു. ഒരു താരതമ്യവുമില്ലാത്ത മാനവികതയുടെ പ്രളയം. ഇതിനു മുൻപ് വരെ സ്വീകരണമോ പൂമാലയോ പൂച്ചണ്ടോ കിട്ടിയിട്ടില്ലാത്തവരാണ് ഉണർന്നെഴുന്നേറ്റത്. പാർശ്വവൽക്കരിക്കപ്പെട്ട ആ രാമന്മാരാണ് ചങ്കൂറ്റം കൊണ്ട് മാത്രം തുഴയെറിഞ്ഞ് ഈ കേരളത്തെ വീണ്ടെടുത്തത്. ലക്ഷങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇങ്ങനെ എത്തിയത്. ഓഗസ്റ്റ് 20 കണക്കനുസരിച്ച് 10,65,004 പേർ. അവരിൽ നല്ലൊരു പങ്കും അവിടേക്ക് വന്നത് ഈ കൈകൾ പിടിച്ചായിരുന്നു. കേരളത്തിന്റെ സ്വന്തം സൈന്യം രക്ഷിച്ചെടുത്തവർ. ഭക്ഷണം പോലും കിട്ടണില്ല. റോഡും റെയിലും മൊബൈലും കേബിളുമെല്ലാമായി കണക്ടിവിറ്റിയിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിന് ആദ്യമുണ്ടായ ഞെട്ടലായിരുന്നു അത്. എറണാകുളം എന്ന സാമ്പത്തിക തലസ്ഥാനം, ആലുവയെന്ന വ്യവസായ നഗരം. അവിടെ നഗരത്തിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത പ്രളയനടുവിൽ നിൽക്കുന്നത് എത്ര പേരെന്ന് പോലും അറിയാത്ത സ്ഥിതി. ലോകത്ത് നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളും വേർപെട്ടു പോയെന്ന ആദ്യ തിരിച്ചറിവായിരുന്നു അത്. അവിടേക്കാണ് മത്സ്യത്തൊഴിലാളികളുടെ വള്ളം ഇരച്ചു വന്നത്. അവർ കേരളത്തിന്റെ പാലമായി. കടുങ്ങല്ലൂരിൽ നിന്ന് ഓരോ വരവിലും 20-30 പേർ. പല വഴി നിന്ന് ലോറികളിലും ടിപ്പറുകളിലും വള്ളങ്ങളെത്തി. സൈനിക ബോട്ടുകൾ പട്ടാള ചിട്ടയിൽ നീങ്ങിയപ്പോൾ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ ചിരപരിചിതമായ തിരമാലകളിൽ എന്ന പോലെ ഇരമ്പിപ്പാഞ്ഞു. ആലുവ കടുങ്ങല്ലൂരിൽ മാത്രമായിരുന്നില്ല പ്രശ്നം. പതുക്കെ കളമശ്ശേരിയും മുങ്ങി. പ്രളയം ഇടപ്പള്ളിയിലേക്കുമെത്തി.
എറണാകുളം നഗരത്തിൽ പതിവ് വെള്ളക്കെട്ടിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നു. മെട്രോ സർവീസ് നിർത്തി. സൗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷനുകളും മുങ്ങി. ട്രെയിനുകൾ ഓടാതായി. ബസ്സുകൾ നിർത്തി. അവിടെയെല്ലാം യന്ത്രബോട്ടുകളും തുഴവള്ളങ്ങളും ഓടിക്കൊണ്ടിരുന്നു. വൈകിട്ട് പിന്നെയും സ്ഥിതി മാറി. തെക്ക് പമ്പ നിറഞ്ഞു. പിന്നെ അച്ചൻകോവിലാർ. വടക്ക് ചാലക്കുടിപ്പുഴ കരകവിഞ്ഞു തുടങ്ങി. കേരളത്തിന്റെ 1/3 പ്രദേശവും വെള്ളത്തിൽ. 6 മണിക്ക് വെളിച്ചക്കുറവ് മൂലം സൈനിക ബോട്ടുകൾ കരയ്ക്ക് കയറി. അവിടേക്ക് കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ വഞ്ചികളുമായി വന്നു. പെട്രോമാക്സിന്റെയും ഗ്യാസ് വിളക്കിന്റെയും ഇത്തിരിവട്ടത്തിൽ അവർ നിർത്താതെ തുഴഞ്ഞു. ചില വള്ളങ്ങൾക്ക് നെറ്റിയിൽ വെച്ച ഒറ്റ ഹെഡ്ലൈറ്റ് മാത്രമായിരുന്നു കണ്ണ്. രണ്ടാം ദിവസം ചെങ്ങന്നൂർ ആദ്യം മുങ്ങി. പിന്നെ തിരുവല്ല, ശേഷം പന്തളം. ചരിത്രത്തിലാദ്യമായി MC റോഡ് ഒരു പുഴയായി. അവിടെയും എത്താൻ കഴിയുന്നത് തിരകളേറെ കണ്ട ഈ വള്ളങ്ങൾക്ക് മാത്രമായിരുന്നു. ചാലക്കുടിപ്പുഴയുടെ തീരങ്ങൾ വലിയൊരു കായലായി. മേലൂരും അന്നമനടയും മാളയും മുങ്ങി. കൊടുങ്ങല്ലൂർ ഒറ്റപ്പെട്ടു. ഇരിങ്ങാലക്കുടയിൽ കോൾപ്പാടങ്ങൾക്ക് നടുവിൽ മനുഷ്യർ മേൽക്കൂരകൾക്ക് മുകളിൽ അഭയം തേടി. അതിരപ്പിള്ളിക്കപ്പുറം എന്താണ് നടക്കുന്നതെന്ന് പോലും ആരും അറിഞ്ഞില്ല. വഴിയും വൈദ്യുതിയും ഫോൺ ലൈനുമെല്ലാം നേരത്തെ തന്നെ മുങ്ങി. കോഴിക്കോട്ടും കണ്ണൂരും മലപ്പുറത്തും ഇറങ്ങിയത് ഇതേ മത്സ്യത്തൊഴിലാളികളായിരുന്നു. വേങ്ങരയിൽ ജയ്സൽ എന്ന മത്സ്യത്തൊഴിലാളി സ്വന്തം ശരീരം വഞ്ചിയിലേക്കുള്ള ചവിട്ടുപടിയായി വിട്ടുകൊടുത്തു. കൂറ്റൻ തിരകൾ കടന്നു വന്നവരെ പ്രളയം ഒട്ടും പേടിപ്പിച്ചില്ല. ആരുടെയും സമ്മർദ്ദത്തിലായിരുന്നില്ല ഈ മത്സ്യത്തൊഴിലാളികൾ രക്ഷാപ്രവർത്തനത്തിന് പുറപ്പെട്ടത്. സർക്കാർ ഏതെങ്കിലും പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുമല്ല അവർ ഇറങ്ങിയത്. ഓഗസ്റ്റ് 15 രാത്രി പ്രളയത്തിന്റെ തുടക്കത്തിൽ പരിഭ്രമിച്ചു നിൽക്കുകയായിരുന്നു കേരളം. ന്യൂസ് 18 കേരളത്തിലേക്ക് അന്ന് രാത്രി ഒരു ഫോൺ കോൾ എത്തി. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഫാദർ തിയോഡേഷ്യസ് ആണ് ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത്. പത്തനംതിട്ടയോ തൃശൂരോ എവിടെ വേണമെങ്കിലും പോകാം. വള്ളവും ബോട്ടും കൊണ്ടുപോകാൻ സർക്കാരിന്റെ വണ്ടി വേണം എന്ന് മാത്രമായിരുന്നു ആവശ്യം. ഞാൻ ഈ തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ഓഖി ദുരന്ത നിവാരണ സമിതിയുടെ ജനറൽ കൺവീനർ അച്ഛനാണ്. അപ്പൊ ഞങ്ങള് ഈ നിങ്ങളുടെ ന്യൂസ് 18 ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ നമ്മുടെ കേരളത്തെ മുഴുവൻ ഞെടുക്കുന്ന ഈ ദുരന്തത്തിൽ പങ്കുചേരുവാനായിട്ട് ഞങ്ങൾ തയ്യാറായി. ഞങ്ങളുടെ തീരദേശത്തുള്ള എല്ലാ ഇടവകകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ഇങ്ങനെ ഓരോ വള്ളങ്ങളിലും നല്ല ചുറുചുറുക്കായിട്ട് നീന്തലറിയുന്ന 2-3 പേര് വീതവും എഞ്ചിനും വള്ളവുമായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ നമ്മുടെ വാസുകി മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലോറികളിലോ അല്ലെങ്കിൽ നമ്മുടെ മിലിറ്ററിയുടെ ഏതെങ്കിലും ട്രക്കിലോ ഒക്കെ ഈ വെള്ളം എത്തുന്ന അതുവരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുഴഞ്ഞു അല്ലെങ്കിൽ മോട്ടോർ സ്റ്റാർട്ട് ചെയ്തു ഇവര് ഈ സ്ഥലങ്ങളിൽ, അത് കേരളത്തില് ഈ നമ്മുടെ പത്തനംതിട്ട തുടങ്ങി അങ്ങ് തൃശ്ശൂർ വരെയും പോകാൻ തയ്യാറായിട്ടാണ് ഞങ്ങളുടെ ഈ മത്സ്യത്തൊഴിലാളികൾ മുഴുവൻ ഇതിന് തയ്യാറായി നിൽക്കുന്നത്. നാളെ രാവിലെ ആകുമ്പോൾ കൂടുതൽ ഇടവകയിൽ നിന്ന് കൂടുതൽ വള്ളങ്ങളും കൂടുതൽ ചെറുപ്പക്കാരും അതുപോലെ തന്നെ നീന്തലറിയുന്ന മുതിർന്നവരും ഇതിന് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. 100-ലധികം വള്ളങ്ങൾ വിട്ടു നൽകാം എന്ന വാഗ്ദാനത്തെ ന്യൂസ് 18 കേരളം ചാനലിലൂടെ തന്നെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വാഗതം ചെയ്തു. ആ നിമിഷം തന്നെ യാത്രകൾക്കുള്ള ഒരുക്കം തുടങ്ങി. ലത്തീൻ അതിരൂപതയുടെ നിർദ്ദേശത്തെ വളരെ 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 ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. സത്യത്തിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കായിരിക്കും എനിക്ക് തോന്നുന്നു ഈ കുടുങ്ങിക്കിടക്കുന്ന സഹോദരങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഏറെ സാധിക്കുക. ഇപ്പോ എന്നെ തിയോഡീഷ്യസ് അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞ 100-ലധികം വരുന്നതായിട്ടുള്ള വള്ളങ്ങൾ നമ്മൾ നിർദ്ദേശിക്കുന്ന തൃശ്ശൂർ മുതൽ പത്തനംതിട്ട വരെയുള്ള ഭാഗത്ത് പോകാനായിട്ട് തയ്യാറാണ്. വിഴിഞ്ഞം പള്ളിയിൽ നിന്ന് അസാധാരണമായ ഒരു അറിയിപ്പ് വന്നു. മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പള്ളിയിലേക്ക് അടിയന്തരമായി വിളിച്ചു വരുത്തുകയായിരുന്നു ആ അപകട സന്ദേശത്തിലൂടെ. നമ്മൾ കളക്ടറുമായിട്ട് സംസാരിച്ച ഉടനെ തന്നെ അച്ഛൻ ഇവിടെ അനൗൺസ് ചെയ്തു മൈക്കിൽ ഏകജാലമല്ലം വിളിച്ചു പറഞ്ഞപ്പം ഇവിടെ കുറച്ച് ആദ്യം ഞാൻ എൻ്റെ വെള്ളമാണ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേര് കൊടുത്തത്. പിന്നെ വേറൊരു കമ്മിറ്റിയും കൂടെ പേര് കൊടുത്ത് ഇവിടെ കടപ്പുറത്ത് വന്നപ്പോൾ 52 വെള്ളക്കാർ പേര് എന്ന്. ഏഴ് മിനിറ്റ് കൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് സജ്ജമായി രജിസ്റ്റർ ചെയ്തത് 52 വള്ളങ്ങൾ. ലോകത്തെ സർവ്വസജ്ജമായ സൈനിക സംവിധാനങ്ങൾക്ക് പോലും കഴിയാത്തത്ര വേഗത്തിൽ 100-ലേറെ വള്ളങ്ങളാണ് അരമണിക്കൂർ കൊണ്ട് എന്തിനും തയ്യാറായി വന്നത്.
നമുക്ക് ജീവൻ എന്ന് പറഞ്ഞാൽ ജീവന് നമുക്ക് വീടാണ്. ജീവനെ രക്ഷപ്പെടുത്തണം. ജീവൻ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് രാത്രി 9:10 ഞങ്ങളെ പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് അലോൺസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും പറയാമെങ്കിൽ ഇവർ പറഞ്ഞ 50 100 കൂടെ ഉണ്ട്. എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഇതിന് ഇറങ്ങി പുറപ്പെട്ടു? ഓഖിയുടെ ദുരന്തം നേരിട്ടറിഞ്ഞ അവർ തന്നെ പറയും. നമ്മുടെ സമ്പത്തോ വരുമാനമോ നോക്കിയില്ല, ജീവനാണ് രക്ഷപ്പെടുന്നത്. നമുക്ക് അവിടുത്തെ ജീവനാണ് നമ്മൾ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മളെ സമ്പത്തോ വരുമാനമോ, അന്ന് കാളയിൽ ഒരു പടി പറഞ്ഞത് 2 ലക്ഷം രൂപയുടെ ചരക്കുണ്ടെന്ന്. നമുക്ക് 2 ലക്ഷം ചരക്കുണ്ടെങ്കിൽ 10 രൂപ വരെ ശമ്പളം കിട്ടും, വീതം കിട്ടും. അതില്ല പ്രധാനം. മനുഷ്യൻ ജീവനെ രക്ഷപ്പെടുത്തുക എന്നുള്ള ചിന്താഗതി തവറ വേറെ ഒന്നും മനസ്സിൽ ആർക്കും തോന്നിട്ടില്ല. മത്സ്യത്തൊഴിലാളി അങ്ങനെ ഉണ്ട്. ഇപ്പോൾ യോക്കി തുരുത്തൊരു നാവികാരോട്ട് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ യോക്കി കടൽ കിടന്ന ആളാണ്. കരവതിന് പിറ്റാ ദിവസം ഇവിടെ പോയി 3 പ്രേതം എടുത്തിട്ടുണ്ട്. സാധാ വെള്ളത്തിൽ പോയി. ആ യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല. വള്ളങ്ങൾ ഒരിക്കലും ഓടിയിട്ടില്ലാത്ത വഴികൾ, വൈദ്യുതി പോസ്റ്റുകളും തെങ്ങുകളും കവുങ്ങുകളും എവിടെയൊക്കെയുണ്ടെന്ന് സ്ഥലവാസികൾക്ക് പോലും ഉറപ്പില്ലാത്ത മേഖല, വെള്ളത്തിനടിയിൽ വള്ളം തകർക്കാൻ പറ്റിയ ഇരുമ്പ് വേലുകളും മതിലുകളും. ഇത് കടന്നു ചെല്ലുമ്പോൾ പുറത്തിറങ്ങാൻ പോലും തയ്യാറാകാതെ വീടിന്റെ ടെറസിൽ തന്നെ നിൽക്കുന്നവർ. ഞങ്ങൾ പറഞ്ഞു പറ്റും, ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ കൂടെ വന്നവരും കൂടെ പേടിച്ച് ഇത് എങ്ങനെ നമുക്ക് പോകാൻ പറ്റുമോ, ഒഴുക്കിലോട്ട് വിടുന്ന നമ്മുടെ ജീവൻ എങ്ങനെ, അപ്പം നമ്മൾക്കും മക്കളും കുട്ടിയും ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് പോലും ഞങ്ങൾ അവരെ സങ്കടങ്ങളെ കണ്ടപ്പുറം രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ഇത് തന്നെയാണ് നമുക്ക്. ഞങ്ങൾ അങ്ങനെയാണ് വള്ളം ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വള്ളങ്ങളെ ഇറക്കാൻ വേണ്ടി ലോറിയിൽ നിന്നൊക്കെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ പോയതിനു ശേഷം ഇതുപോലെ ഓരോ വീട്ടിൻ്റെ അടുത്തും പോയി കൂക്കു വിളിയും മറ്റേ വിളിച്ച് അവിടെ ഇട എന്നൊക്കെ വിളി വരുമ്പോൾ പോകുമ്പോൾ ഭക്ഷണം പോലും ഇല്ലാതെ അവർ 3-4 ദിവസം വരെ ഭക്ഷണം പോലും ഇല്ലാതെ കിടക്കുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ അവർക്ക് സന്തോഷം. അങ്ങനെ പോയി ഞങ്ങൾ വിളിച്ച് അവരെ ഇറക്കി വെള്ളത്തിലൊക്കെ കൊണ്ടുവന്നാണ്, വഞ്ചിയിൽ കൊണ്ടുവന്ന് കരയ്ക്ക് വിട്ട്. പിന്നെ ഇവിടെ നിന്ന് ആഹാരങ്ങളും ഇത് ഓരോരുത്തർ തരണ കൊണ്ട് അവരെ എത്തിച്ച് വെള്ളങ്ങൾക്കും കൊടുത്ത് അവരെ പിന്നെ അങ്ങനെ എന്നപ്പുറം ഒരു മറ്റേ വയത്തോടെ മറ്റേ ഗർഭിണി അവർ ഇങ്ങനെ ഒരു പയ്യൻ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഇടത്ത് കുടുങ്ങി കിടക്കുകയാണ്, അവരെങ്ങനെയെങ്കിലും എടുത്ത് ആശുപത്രിയിൽ എത്തണം. അങ്ങനെ ഞങ്ങൾ ഈ കതിരേൻ്റെ അടുത്തുകൂടിയൊക്കെ കൊണ്ടുപോയി കണ്ട ഈ കണ്ണിൻ്റെ അടുത്തൊക്കെ എന്തും ഇതുകൊണ്ട് ഈ ചെവീൻ്റെ അടുത്തൊക്കെ ഈ മുറിവുകളൊക്കെ ഇതെല്ലാം ഞങ്ങൾക്ക് മറ്റേ ഇതിൻ്റെ വാല്യൂ ഇതൊക്കെ വന്ന് അടിച്ച് പറ്റിയതാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് സാരമില്ല, അവരെ ജീവൻ രക്ഷപ്പെടുത്തിക്കല്ല, അത് നമുക്ക് വലിയ സന്തോഷം. ഓരോ നിമിഷവും അപകടഭീതി ഉണ്ടായി. ചിലർക്കൊക്കെ കാര്യമായി പരിക്കേറ്റു, മറ്റു ചിലർ മുറിവേറ്റിട്ടും ബോട്ട് ഓടിച്ചു. ആദ്യ ദിവസം 19 വള്ളങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന്, പൂന്തറ നിന്നും കൊല്ലത്തു നിന്നും നിരവധി, വൈപ്പിൻ തീരത്ത് നിന്ന് 100-ലേറെ വള്ളങ്ങൾ പെരിയാറിന്റെ തീരത്ത്. കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിൽ നിന്നും വന്ന വള്ളങ്ങൾ ചാലക്കുടി പുഴയുടെ തീരത്ത്. കടലോ പ്രളയമോ ഇതിനു മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത പാലക്കാട്ടേക്ക് പോലും യന്ത്രവള്ളങ്ങൾ എത്തേണ്ടി വന്നു. വെള്ളപ്പൊക്കത്തിന്റെയും രക്ഷയുടെയും ഇടയിൽ മറ്റു പലതും സംഭവിച്ചു. ചെങ്ങന്നൂർ പാണ്ടനാട് രക്ഷിക്കാൻ പോയ ഒരു ബോട്ട് തന്നെ കാണാതായി. ഇടവേളകളില്ലാത്ത സംഭവങ്ങളുടെ 5 ദിവസം. പെരിയാറ്റ് വെള്ളപ്പൊക്കം ഏറെക്കുറെ പ്രവചിക്കപ്പെട്ടതായിരുന്നു. മുല്ലപ്പെരിയാർ ഭീഷണിയുടെ കാലത്ത് തന്നെ രക്ഷാപദ്ധതിയും എഴുതിവച്ചിരുന്നു. അന്ന് കണക്കാക്കിയതിന്റെ 10-1 വെള്ളം പോലും ഇത്തവണ ഇടുക്കിയിൽ നിന്ന് ഒഴുകിയിട്ടില്ല. എന്നിട്ടും പെരിയാറിന്റെ തീരങ്ങൾ ആ പദ്ധതി രേഖകളിൽ പറഞ്ഞിരുന്നതിനേക്കാൾ മുങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ വെള്ളം കയറി. അവിടെയെല്ലാം എത്താൻ സൈനിക സംവിധാനങ്ങൾ മാത്രം മതിയാകുമായിരുന്നില്ല. ഹെലികോപ്റ്ററുകൾ എത്ര ഓടിയാലും ലക്ഷ്യം പൂർത്തിയാകുമായിരുന്നുമില്ല. കര, നാവിക, വ്യോമസേനകൾ ഒരേ മനസ്സോടെ രംഗത്തിറങ്ങി. അവരും ഒരു കാര്യം തീർത്തു പറഞ്ഞു: കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ചെയ്തതുപോലെ ലോകത്ത് മറ്റാരും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല. And therefore they are now, it's a grid. They are where they are, they know their areas. But that supervision is required. And if you are asking me the question, obviously I am supervising them and I am aware of what is going on. കാറിൽ നിന്നിറങ്ങി കാർപ്പറ്റിലേക്ക് കയറുന്നവരുടെ ജീവിത പരിസരങ്ങളിൽ ഒരിക്കലും വന്നെത്താറുള്ളവരല്ല ഈ മത്സ്യത്തൊഴിലാളികൾ. പത്തനംതിട്ടയിലെയും ചാലക്കുടിയിലെയും പുഴയോരങ്ങൾക്ക് ഒട്ടും പരിചയമുള്ളവരുമല്ല. അവർ ഒട്ടും വളച്ചുകെട്ടില്ലാത്ത പച്ചയായ ഭാഷയിൽ കാര്യങ്ങൾ പറയും. സന്തോഷം എന്ന് വെച്ചാൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇപ്പം വലിയ കെട്ടറായിരിക്കണം. അവരിറക്കാൻ ഏണിയൊന്നുമില്ല. നമ്മളിങ്ങനെ കുനിഞ്ഞ് കാണിക്കണം ചവിട്ടാൻ വേണ്ടി. ഇവിടെ ചവിട്ടും, അടുത്ത ആൾ കുനിഞ്ഞ് അവിടെ നിന്ന് ചവിട്ടി ഇറങ്ങും. മുകളിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മൾ കുനിഞ്ഞ് കാണിക്കണം. ഓ പ്രായമുള്ള അമ്മച്ചിരി അപ്പച്ചിനെ കൊണ്ട് ഇറക്കണ്ടേ അവരെ. അപ്പം നമ്മളിങ്ങനെ കുനിഞ്ഞ് കാണികൊടുത്താൽ തന്നെ ഇവിടെ ചവിട്ടും. ചവിട്ടിയിട്ട് അടുത്ത ആളെ ചവിട്ടിയാണ് 3 പേരുണ്ട് വെള്ളത്തിൽ അവർ 2 നാട്ടിൽ ഇറങ്ങാറ്.
നാട്ടുകാരുടെ വെള്ളം പിടിക്കാൻ പറ്റില്ല. അവരും ഇങ്ങനെ പുതുങ്ങിയിരിക്കും കാണിക്കുന്നിട്ട് അവർ റൂട്ട് നമ്മൾ നേരത്തെ കണ്ടതെല്ലാം കായലെന്ന് വിചാരിച്ച് പിറ്റാ ദിവസം കൊണ്ട് പേടിച്ചു പോയി. അപ്പുറം ഇപ്പുറം മയിൽക്കെട്ട് പറഞ്ഞു, കാറ്റ് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഇടയിലാണ് ഓടിയത്. 10 ദിവസം കംപ്ലീറ്റ്. അപ്പോൾ അവർ പറയണത് ഇത് പെരേടം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസരം പെരേടല്ല, അത് വയലാണ്. അവർ ഇവരാണ് പെരേടം വന്ന്. ഈ പെരേടത്തിൽ ഓടുമ്പോൾ ഒരു കുഴപ്പമില്ല ഓടി. ഇത് റോഡാണ്. അപ്പോൾ നമുക്ക് അവർ പറയണില്ല അറിയാൻ പറ്റും. അപ്പോൾ റോഡിൽ പോയിട്ട് ഇതിന് വെള്ളം വല്ലാത്ത സ്പീഡിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപ്പുറത്ത് ഒരു ഓട് തന്നെ രക്ഷപ്പെടുന്ന കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വെള്ളം ഓടെ പഠിക്കണം. അങ്ങനെ പോകുമ്പോൾ ചില മെഷീനിൽ കീറൊക്കെ അടിച്ച് പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ മെഷീനിൽ കീറി പൊട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ ജീവിതം എന്ന് പറയുമ്പോൾ അവർ രക്ഷപ്പെടുത്തുക നമ്മളെ ജീവനിൽ ആവശ്യം. തൊഴിലാളി വ്യക്തി എന്ന് പറയുമ്പം ഈ കടലിനോട് മുന്നിൽ ജീവിച്ചു പോകുന്ന ആൾക്കാർ അവർക്ക് ഭയം എന്നുള്ള വിഷയമില്ല. പക്ഷേ അവർ ഏതെങ്കിലും ഒരു ആൾ ആപത്തിൽ കിടക്കുകയാണെങ്കിൽ അവർ രക്ഷിക്കുന്ന അവരുടെ മനസ്സ്, അല്ലാതെ അവർ കണ്ടിട്ട് കാണാതെ പോകുന്നതല്ല മനുഷ്യൻ. മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ആൾ ഒരു ആപത്തിൽ കിടന്നാൽ അവരെ കരയ്ക്ക് എത്തിക്കുക, അതാണ് അവരുടെ മനസ്സ്. ആരെയും കണ്ടിട്ട് അവിടത്തേക്ക് കിടക്കുന്നത് അറിഞ്ഞിട്ടാണ് എല്ലാവരും ചാടിക്കയറി പോയത്. ആരെയും വിട്ടില്ല, കണ്ടവരൊക്കെ എല്ലാവരും കണ്ടു. പിന്നെ കുറച്ച് ആൾക്കാർ മനപ്പുറം വരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വീട്ടിന് മേളിലെ അവർ മനപ്പുറം വരാത്ത. എന്നാൽ പിറ്റന്ന് ഞങ്ങൾ പറഞ്ഞ അവിടെ അണ തുറക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ വീണ്ടും ഇറങ്ങി. അവരും കൂടി ഇറക്കിയിട്ട് ഞങ്ങൾ 400-500 മേലുള്ള ആൾക്കാരെ ഞങ്ങൾ ഇറക്കി. ഞങ്ങൾ അവിടെ പോയിട്ട് ഈ വഞ്ചി വന്നിട്ട് ഞങ്ങൾ കടലിൽ ഓടാനായിട്ടുള്ള ഇതിനു വേണ്ടി എടുത്തതാണ്. കടലിൽ മാത്രമേ ഓട്ടുള്ളൂ. പക്ഷെ കായലിൽ ഓടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ റോട്ടിൽ കൂടെ ഞങ്ങൾ ഇതുവരെ ഈ വഞ്ചി ഓടിയിട്ടില്ല. പക്ഷെ അവിടെ പോയപ്പോഴാണ് റോട്ടിൽ കൂടെയും മതിലിൻ്റെ മേലെ കൂടിയും വീട്ടിൻ്റെ മേലെ കൂടിയും ഈ വസ്തുവിൻ്റെ മേലെ കൂടിയൊക്കെ വന്ന് ഓടുന്നത്. അവിടെ പോയപ്പോഴും ഞങ്ങളൊരു പ്രത്യേക ഒരു ഫീലാണ് ഞങ്ങൾക്ക്. ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടുമെന്നുള്ളൊരിത് നമ്മുടെ ഇടവകയിൽ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ വഞ്ചിയും കൊണ്ട് ഞങ്ങൾ നേരെ അവിടെ പോയിട്ടുണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരി മാർക്കറ്റിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ പോയതിനു ശേഷം ഞങ്ങൾ പോലീസുകാരും പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ഞങ്ങളെ ഒന്ന് സഹായിച്ചു വള്ളം ഇറക്കാനായിട്ട്, വണ്ടിയിൽ നിന്ന് ഇറക്കാനായിട്ട്. അങ്ങനെ ഇറക്കിയതിന് ശേഷം തന്നെ ഇൻഫോം കിട്ടി, ഇന്ന അടുത്ത് ഇത്ര പേര് കുരുങ്ങി കിടപ്പുണ്ട്, അവരൊന്ന് ഞങ്ങളെ കൊണ്ടുപോയി അവരിപ്പോൾ എടുത്തിട്ട് വരണം. അങ്ങനെ ഞങ്ങൾ പോയി കുറേ പേരൊക്കെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നില്ലെന്ന് പറഞ്ഞ്, വെള്ളം വറ്റി പോകുന്നതുകൊണ്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുവന്നവരെ ഞങ്ങൾ നേരെ കരയ്ക്കാക്കിയിട്ട് ആംബുലൻസ് വിളിച്ച് അവരെ അയച്ചു. അതിനുശേഷം വരാത്തവർക്ക് വേണ്ടി ഫുഡും പിന്നെ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തു പോയിട്ടുണ്ട്. അവരെയൊക്കെ കൊണ്ട് ഇറക്കിയ സമയത്തിലാണ് അവരുടെ സന്തോഷങ്ങൾ. അവരവിടെ നോക്കാൻ പോയപ്പോൾ അവർക്ക് അങ്ങനെയുള്ള സന്തോഷങ്ങളല്ല. അവരെല്ലാവരും വലിയൊരു പരാജയത്തിലും സങ്കടത്തിലാണ് അവരുടെ ജീവിതം, അവരുടെ ഇരിപ്പുകൾ. ഇത്രയെത്ര നന്നായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങളാണ് അവരൊക്കെ. ഈ ദുരന്തത്തിനിടയിലാണ് പാണ്ടനാട് രക്ഷാപ്രവർത്തനത്തിന് പോയ ബോട്ട് കാണാതായത്. പുറപ്പെടുമ്പോൾ 6 പേർ ഉണ്ടായിരുന്നു. കുത്തൊഴുക്കിന് മുകളിലൂടെ പോയ ആ വള്ളം അപകടത്തിൽപ്പെട്ടു എന്ന സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ ദിവസം. 2-ാം ദിവസം ആ വള്ളം കണ്ടെത്തി. അപ്പോഴും അതിലുണ്ടായിരുന്നവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. 3-ാം ദിവസമാണ് അവർ രക്ഷപ്പെട്ടെത്തിയത്. ആശുപത്രിയിലെ വീൽചെയറിലിരുന്ന് കള്ളിക്കൽ സ്വദേശി രത്നകുമാർ പറയുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ അസാധാരണമായ ആ അനുഭവം. 16-ാം തീയതി രാവിലെ എനിക്കൊരു വള്ളമുണ്ട്. ഞാൻ ആ വള്ളത്തിൽ വെള്ളം കോരാൻ വേണ്ടി വള്ളത്തിലൊക്കെ പോയി കോരിയിട്ട് കരയോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ആളുകൾ വന്നിക്ക് ഈ പരുമല എങ്ങനൊരു പൊന്ന ഭാഗത്തെല്ലാം വെള്ളം പൊങ്ങി പിന്നെ അവരുടെ ജീവിതം ദുരിതത്തിൽ അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആളുകൾ പിന്നെ കൂട്ടത്തിൽ ഇഞ്ചിൻ ഓടിക്കാൻ ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്നെ കണ്ടോ ചേട്ടനൊന്ന് പറഞ്ഞു ഇഞ്ചിനൊന്ന് ഓടിക്കണം. ഞാനിത് കേട്ടോണ്ട് ഞാൻ പറയാം. അപ്പോൾ പല്ലുപോലും തേക്കാതെ വന്നത്. പിന്നെ എൻ്റെ വെള്ളത്തിലെ കാര്യത്തിന് പോയല്ലേ. അത് കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് കാപ്പിയൊക്കെ എല്ലാം കുടിച്ചാൽ മതി, വെള്ളത്തിൽ കാപ്പി കുടിച്ചാൽ മതി. ഇതറിയപ്പോൾ ഞാൻ പല്ലുപോലും തേക്കാതെ ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ പാണ്ടനാട് പരുമല ഇറക്കി പാണ്ടനാട് ചെന്ന് വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് വെള്ളത്തോട്ട് വള്ളം ഇറക്കി. അതിന് ഫസ്റ്റിൽ അവിടുത്തെ മൂന്ന് പേര് അവിടുന്ന് കയറിയായിരുന്നു. ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ വേറെ ആളോട് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ടും അവിടെയുള്ള 3 ആളുമായിട്ട് കയറി വള്ളം വിട്ടു. ഫസ്റ്റിലെ പോകേണ്ടത് എടുക്കേണ്ടത് 1.5 വർഷമായിട്ട് വണ്ടി ഇടിച്ച് കിടക്കുന്നൊരു ചെറുക്കനെ എടുക്കാൻ പോകുന്നത്. കാര്യം അവിടെ വെള്ളം പൊങ്ങിയിട്ട് ആ ചെറുക്കൻ്റെ കട്ടിൽ പോലും കിടത്താനൊക്കെ ചില വീട്ടുകാർ താങ്ങി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഫസ്റ്റിൽ അതെടുത്തുകൊണ്ട് പറഞ്ഞ നമ്പർ അങ്ങനെ പോയി. ഞങ്ങൾ വിചാരിച്ച് ആദ്യം നോക്കുമ്പോഴത്തേക്ക് വലിയ ഒഴുക്കും കാര്യങ്ങളും വെള്ളം ഇങ്ങനെ തികച്ചു വരുന്നവളെന്ന് പറയും. ഈ ചെറുക്കനെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ഒഴുക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഓടിക്കാറിയ ആ ഒരു രീതി ആയതുകൊണ്ട് ചെന്ന് അവിടം വരെ ചെന്ന് ഈ ചെറുക്കൻ്റെ വീടെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിനകത്തോട്ട് വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇഞ്ചിൻ അങ്ങ് നിർത്തി. ആ ഒഴുക്കിനങ്ങ് ചെല്ലുമല്ലോ എന്ന് പറഞ്ഞു. ഈ ഒഴുക്കിന് ഈ വള്ളം ചെന്ന് ഈ കമുങ്ങിനകത്ത് ഇടിച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇത് മേളിൽ നിന്ന് ഒടിഞ്ഞു വരുന്നവരും അറിയുന്നില്ലല്ലേ. അതങ്ങനെ വന്ന് ഈ പതിരയ്ക്കും ഈ കാലയിലായിട്ട് കയറി. പ്രളയം കഴിഞ്ഞാൽ വാക്പ്രളയം എന്നാണ് നാട്ടുനടപ്പ്. കണക്കെടുപ്പിന്റെയും വീഴ്ചകളുടെ കണക്ക് പറച്ചിലിന്റെയും പ്രസ്താവനാ യുദ്ധം തുടങ്ങേണ്ട സമയം. അത് ഒരു വശത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രളയത്തെ രേഖപ്പെടുത്തുക അതിന്റെ ഒന്നും പേരിലായിരിക്കില്ല. മുങ്ങിമരിച്ചവരുടെ കണക്കുകൾക്ക് മേൽ ഉയർത്തെഴുന്നേറ്റവരുടെ എണ്ണം തെളിഞ്ഞു നിൽക്കും.
കാണാതായവരുടെ 10,000 മടങ്ങ് ആളുകളെയാണ് കൺമുന്നിലെ ക്യാമ്പുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രളയനടുവിലും നമ്മൾ ഇതുപോലെ ഒരു ജീവിതം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ അവർ കൂടിയാണ്. തുഴയെറിഞ്ഞ് കേരളത്തെ അവർ വീണ്ടെടുത്തു.